എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും M7 ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, BFO പരീക്ഷയ്ക്ക് വേണ്ടി കേരളവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. ആദ്യമേ തന്നെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും M7 വിജയാശംസകൾ നേരുന്നു. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കൂ. ഇവിടെ പരിശോധിക്കുന്ന ചോദ്യം ഒന്ന്, മുത്തുക്കുമാരൻ്റെയും രുക്മിണി അമ്മാളിൻ്റെയും മകനായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് 1. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കൂ. ചിട്ടിപ്പരദേശി സച്ചിദാനന്ദ മഹാരാജ എന്നിവർക്കൊപ്പം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. മനോന്മണിയം സുന്ദരം പിള്ളയുടെ സഹായത്തോടെ ശൈവപ്രകാശ സഭ രൂപീകരിച്ചു. അപ്പോൾ ആരാണ് വ്യക്തി എന്നുള്ള വസ്തുത നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. കേരള നവോത്ഥാനം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അറിയാമല്ലോ ആളാരാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് തൈക്കാട് അയ്യാസ്വാമികളാണ് അല്ലേ. തമിഴ്നാട്ടിലെ നഗലപുരം എന്ന സ്ഥലത്ത് ജനിച്ച തൈക്കാട് അയ്യ നോക്കൂ, മുത്തുക്കുമാരൻ്റെയും രുക്മിണി അമ്മാളിൻ്റെയും മകനായിരുന്നു. ആയിരുന്നോ? ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അതോടൊപ്പം ചിട്ടിപ്പരദേശി സച്ചിദാനന്ദ മഹാരാജ എന്നിവർക്കൊപ്പം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു അല്ലേ. ചെന്നൈ മിലിറ്ററി ക്യാമ്പിലെ ഫുഡ് ഗ്രെയിൻ സപ്ലയർ ആയിരുന്നു സുബ്ബരായൻ അഥവാ തൈക്കാട് അയ്യ. ചെന്നൈ മിലിറ്ററി ക്യാമ്പിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് തൈക്കാട് അയ്യ. ആ ചെന്നൈ മിലിറ്ററി ക്യാമ്പിൻ്റെ മെസ് സെക്രട്ടറി ആയിരുന്നു, മാനേജറായിരുന്നു ഇംഗ്ലീഷുകാരനായ ബ്രിട്ടീഷുകാരനായ മക് ഗ്രിഗർ. അങ്ങനെ അവർ തമ്മിൽ വളരെ അടുത്ത സ്നേഹിതരായി തീർന്നു. ആ കാലഘട്ടത്തിലാണ് ആയില്യം തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഈ തൈക്കാട് അയ്യയെ തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ടായി നിയമിക്കപ്പെടുന്നത്. അങ്ങനെ തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ടായി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ കാണാൻ 2 തമിഴ് പരദേശി ബ്രാഹ്മണർ വരുന്നു. അവരായിരുന്നു ആരൊക്കെ? ചിട്ടിപ്പരദേശി സച്ചിദാനന്ദ മഹാരാജ. അവർക്കൊപ്പം ബർമ്മ, സിലോൺ അല്ലേ, സിംഗപ്പൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. കേരള നവോത്ഥാന നായകരിൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച വ്യക്തിയാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യാസ്വാമികൾ. അപ്പോൾ മുത്തുക്കുമാരൻ്റെയും രുക്മിണി അമ്മാളിൻ്റെയും മകനായി ജനിച്ചു. സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. ചിട്ടിപ്പരദേശി സച്ചിദാനന്ദ മഹാരാജ എന്നിവർക്കൊപ്പം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. ശരിയാണ്. മനോന്മണിയം സുന്ദരം പിള്ളയുടെ സഹായത്തോടെ ശൈവപ്രകാശ സഭ രൂപീകരിച്ചു. ആണോ? തൈക്കാട് അയ്യ രൂപീകരിച്ച സംഘടനയാണോ ശൈവപ്രകാശ സഭ? ശരിയാണ്. മനോന്മണിയം സുന്ദരം പിള്ളയുടെ സഹായത്തോടെ ചാലയിൽ, തിരുവനന്തപുരം ചാലയിൽ ആരംഭിച്ച സംഘടനയാണ് ശൈവപ്രകാശ സഭ. അപ്പോൾ ഇവിടെ എന്താണ്? 1, 2 മാത്രം ശരി ആണോ? അല്ല. 3 മാത്രം ശരി ആണോ? അല്ല. 2 മാത്രം തെറ്റ്, 2 മാത്രം തെറ്റ് അല്ല, എല്ലാം ശരി. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ആ ചോദ്യം അങ്ങനെ ഇട്ടത് തൈക്കാട് അയ്യയെക്കുറിച്ച് ഉദ്യോഗാർത്ഥിക്ക് വ്യക്തമായ ധാരണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്നതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ക്ലിയർ ആണല്ലോ. ആ മനോന്മണിയം സുന്ദരം പിള്ളയുടെ സഹായത്തോടെയാണ് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ഏത്? മനോന്മണിയം സുന്ദരം പിള്ളയുടെ സഹായത്തോടെ ശൈവപ്രകാശ സഭയാണ് രൂപീകരിച്ചത്. മനോന്മണിയം സുന്ദരം പിള്ളയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ MA ബിരുദധാരി അല്ലേ. തിരുവിതാംകൂറിലെ ആദ്യത്തെ MA ബിരുദധാരി, MA ഹോൾഡർ മനോന്മണിയം സുന്ദരം പിള്ള. ആ മനോന്മണിയം സുന്ദരം പിള്ളയുടെ സഹായത്തോടെ തൈക്കാടായി ആരംഭിച്ച സംഘടനയാണ് ശൈവപ്രകാശ സഭ. ഏതു സന്യാസിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് തൈക്കാട് അയ്യ. ഏതു സന്യാസിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താം. ആ വാക്കുകളാണ് പിന്നാക്ക സമുദായക്കാരനായ ശ്രീനാരായണ ഗുരുവിനെ പോലും വിഗ്രഹപ്രതിഷ്ഠ എന്ന ആശയത്തിലേക്ക് കൊണ്ടുവന്നത്. இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്
തൈക്കാടയ്യ സ്വാമികളാണ് എന്ന വസ്തുതയും ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ലഭിച്ചു, അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ലഭിച്ചു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കൂ, രണ്ടാമത്തെ ഭാഗം. രണ്ടാമത്തെ ചോദ്യം ഒന്ന് പരിശോധിച്ച് നോക്കൂ. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സ്റ്റേറ്റ്മെൻ്റ് 1, ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചത് ധർമ്മരാജയാണ്. 2, രാജാ കേശവദാസ് പ്രധാന ദിവാനായിരുന്നു. 3, ഉത്സവ പ്രബന്ധം പ്രശസ്ത കൃതിയാണ്. നിങ്ങൾക്ക് ഉത്തരത്തിലെത്താൻ കഴിയുന്നുണ്ടോ? 1, 2 തെറ്റാണ്, 1, 2 ശരിയാണ്. ഓപ്ഷൻ സി 3 മാത്രം ശരി, ഓപ്ഷൻ ഡി എല്ലാം തെറ്റ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. നിങ്ങൾക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ടാകുമല്ലോ. നമുക്കിനി സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. നോക്കൂ, ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചത് ധർമ്മരാജയാണ്. ആണോ? 1758 മുതൽ 98 വരെ 40 കൊല്ലക്കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം, അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തെ ജനങ്ങൾ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം കിഴവൻ രാജ എന്ന് വിളിച്ചത്, ധർമ്മരാജയെ അല്ലേ? ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി ആയിരുന്നല്ലോ ധർമ്മരാജ. ആ ധർമ്മരാജ എന്ന പേര് വരുന്നത് തന്നെ ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിക്കുമ്പോൾ മലബാറിലെ ചെറുകിട രാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും ഒക്കെ തിരുവിതാംകൂറിലേക്ക് അഭയം പ്രാപിച്ചു, അഭയം തേടി. അങ്ങനെ ഓടി വന്നവർക്കെല്ലാം അഭയം കൊടുത്ത തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ധർമ്മരാജ എന്ന് വിളിച്ചു. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതുകൊണ്ട് കിഴവൻ രാജ എന്ന് വിളിച്ചു. 40 കൊല്ലമാണ് ഭരിച്ചത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. രാജാ കേശവദാസ് പ്രധാന ദിവാനായിരുന്നു. ധർമ്മരാജയുടെ കാലത്ത്, കാർത്തിക തിരുനാളിൻ്റെ കാലത്ത് ദിവാൻ എന്ന പദവി നേടിയ ആദ്യ വ്യക്തി നമുക്കറിയാം. നമ്മുടെ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു തിരുവിതാംകൂറിൻ്റെ ആദ്യ ദിവാൻ അറുമുഖം പിള്ള. എന്നാൽ അന്ന് ദിവാൻ എന്ന പദവിയില്ല. ദിവാൻ എന്ന പദവി ഉണ്ടാവുന്നത് കാർത്തിക തിരുനാളിൻ്റെ കാലത്താണ്. അത് ധർമ്മരാജയുടെ മന്ത്രിയായിരുന്ന രാജാ കേശവദാസ് ആയിരുന്നു പ്രധാന ദിവാൻ. അപ്പോൾ ആ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, 2 ശരിയായി. ഇനി നോക്കൂ, ഉത്സവ പ്രബന്ധം പ്രശസ്ത കൃതിയാണ്. ധർമ്മരാജയെക്കുറിച്ച് പറയുമ്പോൾ ഉത്സവ പ്രബന്ധം അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയാണോ? ഉത്സവ പ്രബന്ധം ഏതാണ്, ആരുടെ കൃതിയാണ്? അത് സ്വാതി തിരുനാളിൻ്റെ കൃതിയാണ്. ക്ലിയർ ആണല്ലോ. ധർമ്മരാജയുടെ ഏറ്റവും പ്രശസ്തമായ കൃതി ഏതാണ്? ബാലരാമഭാരതം. ഇപ്പോഴേ ഓർത്തു വെക്കോ. എന്നെ ശ്രവിക്കുന്ന, എന്നെ കേൾക്കുന്ന, M7 ക്ലാസ് ശ്രദ്ധിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഓർത്തു വെക്കുക. തിരുവനന്തപുരത്തിൻ്റെ വർണ്ണനയുള്ള നാട്യശാസ്ത്ര ഗ്രന്ഥം ബാലരാമഭാരതം, റിട്ടൺ ബൈ ധർമ്മരാജ. എന്നാൽ ഉത്സവ പ്രബന്ധമാകട്ടെ ആരുടെ കൃതിയാണ്? സ്വാതി തിരുനാളിൻ്റെ കൃതിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിലേക്ക് വന്നാൽ എന്താണ്? 1, 2 തെറ്റ്, 1, 2 ശരി. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ശരി? ബി ആണ് ഓപ്ഷൻ. 1, 2 ശരി. ക്ലിയർ ആണല്ലോ. ആ ചോദ്യവും തിരുവിതാംകൂറിനെ സംബന്ധിച്ച് വരുന്ന ആ ഒരു മേഖലയെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കി വെച്ചേക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് നോക്കാം മൂന്നാമത്തെ ചോദ്യം. നോക്കൂ, വളരെ മനോഹരമായ ഒരു ഭാഗമാണ്. നമ്മുടെ ടോപ്പിക്കിനകത്ത്, നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ. ആ ഭാഗം പഠിക്കുമ്പോൾ PSCയുടെ ചോദ്യകർത്താക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് പഴശ്ശിക്കലാപം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കേ. പഴശ്ശിക്കലാപത്തെക്കുറിച്ച് സൂചിപ്പിക്കാത്ത അപൂർവം ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ നോക്കൂ, പഴശ്ശിരാജ ഉൾപ്പെട്ട രാജവംശം കോട്ടയം രാജവംശമാണ്. 2, തളി റോഡ് സമരം പാലക്കാട് ജില്ലയിലാണ്. പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗത്തിൽ തളി റോഡ് സമരം. നോക്കൂ. 3, കുറിച്യർ കലാപമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗിരിവർഗ ഗോത്ര കലാപം. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ്, 3 പ്രക്ഷോഭത്തെക്കുറിച്ച് ആണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഉദ്യോഗാർത്ഥി നോക്കൂ. 1 മാത്രം തെറ്റ്. ബി 2, 3 മാത്രം തെറ്റ്. 2, 3 മാത്രം തെറ്റ്. സി 2 മാത്രം തെറ്റ്. ഓപ്ഷൻ ഡി എല്ലാം തെറ്റ്. നിങ്ങൾക്ക് ഇതിനകത്ത് വന്ന ഒരു ഉത്തരം മനസ്സിൽ കരുതി കാണുമല്ലോ. നിങ്ങളുടെ ഉത്തരം ഏതാണ് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. പഴശ്ശിരാജ ഉൾപ്പെട്ട രാജവംശം കോട്ടയം രാജവംശം ആണോ? ആണ്. കോട്ടയം രാജവംശം
കണ്ണൂർ ജില്ല കൂത്തുപറമ്പ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിലവിലുണ്ടായിരുന്ന രാജവംശമാണ് കോട്ടയം രാജവംശം. എങ്കിൽ ഉദ്യോഗാർത്ഥികളെ, കോട്ടയം രാജവംശത്തിൻ്റെ സ്ഥാപകൻ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നിട്ടുണ്ടാവുമല്ലോ. പഠിച്ചിട്ടുള്ളവർക്ക് ഹരിശ്ചന്ദ്ര പെരുമാൾ. ആരാണ്? ഹരിശ്ചന്ദ്ര പെരുമാൾ അല്ലേ? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിനെതിരെ കലാപം നടത്തി പഴശ്ശിരാജ. നമുക്കറിയാവുന്ന വസ്തുതയാണ്. പഴശ്ശിരാജ കലാപവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1805 നവംബർ 30 അദ്ദേഹം കൊല്ലപ്പെടുന്നത് മാവിലാം തോട് എന്ന സ്ഥലത്ത് അല്ലേ? അപ്പോൾ പഴശ്ശി കലാപം ഒന്ന് നോക്കുക, വായിച്ചു നോക്കുക. അടുത്ത് നോക്കുക. അപ്പോൾ അത് ഓക്കെയാണ്, കോട്ടയം രാജവംശത്തിൽ ഉൾപ്പെട്ടയാളാണ് അല്ലേ? അടുത്തത് തളി റോഡ് സമരം പാലക്കാട് ജില്ലയിലാണ്. 1917 ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് തളി റോഡ് സമരം. തളി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ നടക്കാൻ താഴ്ന്ന ജാതി ഹിന്ദുക്കളെ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി കൃഷ്ണൻ്റെയും മഞ്ചേരി രാമയ്യരുടെയും നേതൃത്വത്തിൽ നടന്ന കലാപം, സമരം, തളി റോഡ് സമരം നടന്ന എവിടെയാണ്? പാലക്കാട് ജില്ലയാണോ? അല്ല, കോഴിക്കോട് ജില്ലയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ മക്കളെ. കുറിച്യർ കലാപമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗിരിവർഗ ഗോത്ര കലാപം. കുറിച്യർ കലാപം 1812 വയനാട്ടിൽ നടന്ന കുറിച്യർ കലാപം ആദ്യ ഗിരിവർഗ ഗോത്ര കലാപമാണ്. ശരിയാണ് ആ പ്രസ്താവനയും അല്ലേ? രാമനമ്പിയും വെൺകല്ലോൻ കേളു, പ്ലാക്കൽ ചന്തു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കുറിച്യർ കലാപം. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവും ശരിയായ ഉത്തരവും ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഏതാണ്? 2 മാത്രം തെറ്റ്. ഏതാണ്? 2 മാത്രം തെറ്റ്. 2 മാത്രം തെറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ആ 3 കലാപവും ഒന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട് വെച്ച് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം. നമ്മളിവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, വ്യക്തിയെ കണ്ടുപിടിക്കാൻ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. മനോഹരമായ, പലപ്പോഴും PSC ചോദിക്കാൻ സാധ്യത ചോദിച്ചിട്ടുള്ളതും കൂടിയാണ്. 2 ചിന്താധാരകൾ തമ്മിൽ സംഘട്ടനം ആരംഭിച്ചതിനാൽ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഉറങ്ങാൻ സാധിച്ചില്ല. 2 ചിന്താധാരകൾ തമ്മിൽ മനസ്സിൽ സംഘട്ടനം ആരംഭിച്ചതിനാൽ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഓക്കെ ആണല്ലോ? ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ആരുടെ ആത്മകഥയിലെ വരികളാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ആ ആളിലെ ചിലർക്കെങ്കിലും ഉത്തരം വന്നിട്ടുണ്ടാകും അല്ലേ? ആ ആളിലേക്ക് എത്താനുള്ള ചില ക്ലൂസ് ആണ് അടുത്തായി നമ്മൾ നോക്കുന്നത്. ഇദ്ദേഹം കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ് ജനിച്ചത്. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിക്കാരൻ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്, അതിൻ്റെ പിതാവാണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പിതാവാണ്. ഇനിയുമല്ലെങ്കിൽ അടുത്ത ക്ലൂ ആയപ്പോഴത്തെ ഒരുവിധം ഉദ്യോഗാർത്ഥികൾ കിട്ടിക്കാണും. ഏതാണ്? പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടയാളാണ്. ഇപ്പോൾ തന്നെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഓർത്തിരിക്കുക, ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ രാഷ്ട്രീയ നേതാവാണ് ഈ ഇദ്ദേഹം. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ രാഷ്ട്രീയ നേതാവാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ്. 1931-32 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ്. അമരാവതി സത്യാഗ്രഹം 1961 ഇടുക്കിയിൽ നടന്ന അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തയാളാണ്. 1958 പഞ്ചാബിൽ ജലനികുതിക്കെതിരെ സമരം നടത്തിയ ആളാണ്. പഞ്ചാബിൽ ജലനികുതിക്കെതിരെ, ഏതാണ് ജലനികുതിക്കെതിരെ പഞ്ചാബിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ജലനികുതിക്കെതിരെ സമരം നടത്തിയ ആളാണ്. 1956 ഗുജറാത്ത് മഹാപ്രക്ഷോഭം എന്നൊരു പ്രക്ഷോഭം ഗുജറാത്തിലുണ്ടായിരുന്നു, അതിന് നേതൃത്വം കൊടുത്ത ആളാണ്. 1936 കേരളത്തിൽ പട്ടിണി ജാഥ നയിച്ചയാളാണ്. കണ്ണൂർ മുതൽ മദ്രാസ് വരെ മലബാറിൻ്റെ ശോചനീയാവസ്ഥ മദ്രാശി ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ നടത്തിയ സമരമാണ്, ജാഥയാണ് പട്ടിണി ജാഥ. ആ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തയാളാണ്. നിങ്ങൾക്ക് വ്യക്തിയെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കിട്ടിയ ഉത്തരം ആ വ്യക്തിയാണ് ആയില്യത്ത് കുറ്റിയേരി ഗോപാലൻ എന്ന മഹാനായ പാവങ്ങളുടെ പടത്തലവൻ AK ഗോപാലൻ എന്ന AKG.
നമ്മളിവിടെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങൾ, ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ഉദ്യോഗാർത്ഥി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട് വെച്ച് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുക, ഡീറ്റെയിൽസ് ഒന്നുകൂടെ നോക്കുക. ഈ പരീക്ഷ എക്സാം ഓറിയൻ്റായിട്ട് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടാണ് ഷോർട്ടായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.